ഹലോ, അപ്പോൾ ദേ നമുക്ക് വൈകുന്നേരം ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മധുരമുള്ള പിടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതേ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ നനക്കണ ആ പരുവില്ലേ, ആ പരുവത്തിലേക്കാണ് എടുത്തേക്കണത്. ഇനി അത് നമുക്ക് ചെറിയ ഒരു ഇത് ബൗളില്ലേ, കുഞ്ഞു കുഞ്ഞു ബൗളില്ലേ, അതായത് ഉണ്ടയാക്കി കുഞ്ഞു കുഞ്ഞു ഉണ്ടയാക്കി നമുക്കത് എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് തേങ്ങാപ്പാലാണ് വേണ്ടത്. രണ്ട് തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഇത്തിരി വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഉണ്ട ഇട്ട് കൊടുക്കും. ഇനി അത് ഒരുവിധം അങ്ങോട്ട് വെന്ത് വന്നപ്പോഴേക്കും കുറച്ച് ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി അതിനകത്തേക്ക് ആ പാൽ ഒഴിച്ചു കൊടുക്കണേണ്. രണ്ടാമത്തെ പാലാണ് കേട്ടോ ആദ്യം ഒഴിച്ചു കൊടുക്കണത്. അതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിത് മധുരം വേണം കേട്ടോ. മധുരം ഉള്ളതാണ് എനിക്കിഷ്ടം. മധുരം ഇല്ലാണ്ട് ചില ആൾക്കാർ ഉണ്ടാക്കും കേട്ടോ. നമുക്കിതിപ്പോൾ മധുരത്തിലാണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഏലക്കായ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടി ഇപ്പോൾ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് മറ്റേ ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒരുപാട് പണിയില്ല കേട്ടോ. ഇനി നമുക്കത് ഒരുപാട് നേരം തിളപ്പിക്കുകയൊന്നും വേണ്ട. ഒരു ചെറിയൊരു തിള വന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഇറക്കാം. അപ്പോൾ അതേ നല്ല കുറുക്ക് പോലെ. അപ്പോൾ ഞാൻ ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. മധുരം ഇത്തിരി കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ അതേ നമ്മുടെ മധുരമുള്ള പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടോ, നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും അടുത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.